തങ്കമണിയുടെ പ്രൊമോഷൻ വേദിയിൽ നമ്മൾ ഒരുമിച്ചെത്തിയിരിക്കുകയാണ്. ഈ ചോദിക്കാൻ ആരാണെന്ന് ഇപ്പോ നമുക്ക് ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. തങ്കമണിയുടെ ഭർത്താവാണ്. ഈ കൈയടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. കുഞ്ഞുണ്ട് കുഞ്ഞറകയിൽ നെയ്യപ്പം അയ്യോ ദിലീപ് അടിയപ്പറ എനിക്ക് ആണിങ്ങനെ കണ്ടാലാ കാതിലീരൻ പാട്ടുമൂളും കാറ്റെന്ന പോൽ മെല്ലെ ഈ ഒരു ചടങ്ങ് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ തങ്കമണി എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമ്മള് ദിലീപേട്ടനെ നേരിട്ട് കാണാൻ കിട്ടിയ ഒരു സാഹചര്യം എല്ലാവരും അങ്ങ് മുതലെടുക്കാണ് കേട്ടോ. പക്ഷേ അതിലൊന്നും പറയാനില്ല. ബിക്കോസ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നായകനാണ്, താരമാണ്. സോ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സോ ഹി ഈസ് ഗോയിങ് ടു ബി വിത്ത് us. Thank you so much for waiting. നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് ഇന്നത്തെ വൈകുന്നേരം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. തങ്കമണി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം തങ്കമണി മൂവി ടീം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഒരിക്കൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഇവിടെ അവസരം കിട്ടിയിരിക്കുകയാണ്. സോ വെൽക്കമിങ് യു ബോത്ത്. ദിലീപേട്ടൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ മൂവി സെറ്റില് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷനായിട്ട് വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാൻഡ്രത്ത് വരാന്ന്. ഫൈനലി നടന്നിരിക്കുകയാണ്. അതെ അതെ. ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും തിരുവനന്തപുരത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാർച്ച് 7-ന്
നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ്. 1986 നടന്ന ഒരു സിനിമ, കുറേ ട്രൂ ഇവൻസും ഫിക്ഷനും കൂടി ചേർന്നാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു. നമ്മുടെ സഹോദരൻ ജോൺ വിജയ് സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അത് ഇരട്ടപ്പേര് വീഴും. സാർ ഉങ്ങൾക്ക് 2 പേർ கிடைக்கும், அதான் சொல்றேன். ആമാ, ரொம்ப ഹാപ്പി. കൈയടി പോരാ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ്. താങ്ക് യു. കാരണം എന്താ വെച്ചാൽ ഈ കൈയടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല, പക്ഷെ ഈ കൈയടി നൽകുന്ന ഒരു ഊർജ്ജമുണ്ട് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് വലിയൊരു കൈയടി ഇവിടുന്ന് തരണം. താങ്ക് യു. ഈ ആവേശം, ഈ സ്നേഹം, കാരണം ഒരുപാട് വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ചെയ്യാൻ വളരെ ധൈര്യം തന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ്. ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരിൽ വന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും കൈ പിടിച്ചാണ് ഞാൻ നന്ദി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേര് വന്ന് ഓരോ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ട് പോയി. അപ്പൊ നമ്മൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ദിലീപേട്ടന് ഒരു ചെറിയ പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ പാടുന്ന പാട്ടുകൾ നിങ്ങൾക്കറിയാം, എനിക്കും എന്റെ തോന്നിവാസത്തിന് പാടുന്ന ഒരാളാണ്. ഇവിടെ ആരെങ്കിലും കണ്ടാലാ നിങ്ങൾ പറയുന്ന പോലത്തെ പാട്ടുകളേ ഉള്ളൂ, ഇതൊക്കെ നമ്മളേ ഉള്ളൂ. സാറേ സാറേ മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ ഞാൻ അവർക്ക് വെറുതെ ടെൻഷൻ ആക്കണ്ട എന്നെ പാട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലൂടെ നിങ്ങളെ രസിപ്പിക്കുന്ന ഒരാളാണ്, എന്നെ വെറുതെ വിടണം. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. തങ്കമണി പടത്തിന്റെ റിലീസ് മാർച്ച് 7 എല്ലാവരും തിയേറ്ററിൽ യെസ്, സോ ഇന്ന് തങ്കമണിയുടെ പ്രൊമോഷൻ വേദിയിൽ നമ്മൾ ഒരുമിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻറ്റയർ ടീം. എല്ലാവർക്കും ഫുഡ് കൊടുക്കുക എന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഓഫ് കോഴ്സ്. സോ യു ആർ സോ റിലേറ്റഡ് ടു ദി ഫുഡ് ആൻഡ് ഓൾസോ ദേ ഫുഡിലൂടെ നമുക്ക് അടിപൊളി ഭക്ഷണം തരുന്ന ആളാണ്. സാറിന് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. സോ തങ്കമണിയിൽ എങ്ങനെയാണ്? அப்படியே பயப்படுத்துறீங்க. சார்னா பார்க்கும்போது ரொம்ப பயம். ஆனா இவங்க வந்து நெகட்டிவ் ஷேடே பண்றேன், കണ്ടിന്യൂസ് வந்து നെഗറ്റീവ് ഷേഡ് പண்றேன். എന്നെ തമിഴ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയാം കാണുമ്പോൾ തന്നെ പേടിയാണ്. അതാണ് ശരിയല്ല പറഞ്ഞു. Good evening everyone. I'm very happy to be here in Trivandrum. தமிழ்லயே பேசுறேன், ஏன்னா பக்கத்துல தான் நம்ம ஊரு. தாண்டா கலியாணோட. ஸோ நம்மளாம் பிரதர்ஸ் சிஸ்டர்ஸ். Absolutely. இந்த பலாப்பழம் இருக்குல்ல, பலாப்பழம் சக்கை சக்கை வெளியில முள்ளு முள்ளா இருக்கும், ஆனா உள்ள ரொம்ப ஸ்வீட். நாங்களாம் அந்த மாதிரி. ജോൺ സാർ மாதிரி ரொம்ப ஸ்வீட்டான மனுஷன். கேரளால வந்து ஜாஸ்தி இமோஷன் ஃபீலிங் அப்படின்றது வந்து நாட் ஒன்லி இந்த ஹியூமன் ஃபார்ம், சாப்பிட்ற சாப்பாடுல கூட காம்பினேஷன்லாம் பார்த்தீங்கன்னா சூப்பர். கப்பா ஃபிஷ் கறி, பிரமாதமான ஃபுட், ரைட்? இமோஷன், டேஸ்ட். அடுத்தது பரோட்டா பீஃப் ரோஸ்ட், அப்புறம் பயறு புட்டு, எல்லாத்துலயுமே ஃபீலிங். ஸோ இந்த மாதிரி ஃபீலிங் இமோஷன் இருக்கிற ஒரு ஊர்ல ரொம்ப நாளா எல்லாரும் ஆசையா வெயிட் பண்ணிட்டு இருக்க ஒரு படம் தான் தங்கமணி. எல்லா இமோஷனையும் புளிஞ்சு அதுல வச்சிருக்க. அதுல எங்க அண்ணன் திலீப்பேட்டை சும்மா விடுவார, அது அப்படியே எல்லாருக்கும் அப்படியே முகத்திலேயே காட்டியிருக்கேன். கூட வேற அவங்களுக்கு ஜோடியா நீட்டா. நான் வந்து ஐ கான்ட் மேட்ச் எனிபடிஸ் லைன்ஸ் அண்ட் ஆல் தட்.
as character, but நான் வந்து இந்த படத்துல ஒரு பாட்டு பாடியிருக்கேன். കേക്കാ കേക്കൂട്ടവനെ കൂട്ടനകത്തെ കുഞ്ഞുണ്ടു കുഞ്ഞറകയിൽ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ. எல்லா ஹியூமன்ஸுக்கும் வந்து நல்லது கெட்டது இருக்கும். ஸோ எல்லாரும் என்ன பண்ணுவாங்க, நல்லதெல்லாம் வெளியே காட்டிட்டு கெட்டதெல்லாம் உள்ள வச்சுக்குவாங்க. நாங்கெல்லாம் எப்படின்னா கெட்டதெல்லாம் வெளியே காட்டி நல்லது உள்ள வச்சு. ஸோ we are actually very nice people. Thank you very much. Thank you, sir. Thank you, sir. Thank you so much, sir. Thank you so much, sir. എല്ലാവർക്കും നമസ്കാരം. Sir, okay. I thought you were going to ask something and I am going to answer. No, but we asked. Sir, പല ഹീറോസ് கிட்ட அடி வாங்கியிருக்கேன். ദിലീപ് അടി எப்படி இருக்கு? എല്ലാവർക്കിട്ടേയും അടി വാങ്ങണ ഒരു പ്രാപ്തം എനിക്ക് கிடைச்சிருக்கு. എല്ലാവർക്കും നമസ്കാരം. തങ്കമണിയുടെ ഭർത്താവാണ്. കോട്ടയം രമേശൻ പറഞ്ഞതുപോലെ ഉടലെന്ന ആദ്യ സിനിമയാണ് ഇതുവരെ എൻ്റെ മേൽവിലാസമെങ്കിൽ ആ ഉടലെന്ന ചെറിയ സിനിമ നൽകിയ വലിയ സൗഭാഗ്യമാണ് തങ്കമണി. ഒരുപാടധികം കഥാപാത്രങ്ങളിലൂടെ നമ്മള് മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നാടൻ കഥാപാത്രം ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ ചെയ്യുന്നത്. ഒരു ശാലീന സൗന്ദര്യത്തോടുകൂടി നമ്മുടെ മലയാളത്തിൽ എത്തിയിരിക്കുകയാണ്. സുനീത പ്ലീസ്. സ്റ്റണ്ട് ചെയ്യുന്ന നീതയെ കണ്ടിട്ടുണ്ട്, പോലീസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്, ഹാഫ് സാരി കൊടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഞാനും ആദ്യമായിട്ട് ഗുഡ് ഈവനിങ് ട്രിവാൻഡ്രം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചില്ല. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നത് പാപ്പന് വേണ്ടിയിട്ടാണ്, സുജിച്ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ഓൾ ഹിയർ അഗൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികമാരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ട് ചിലവർ വന്നിട്ടില്ല. കാതിലീരൻ പാട്ടുമൂളും കാറ്റെന്ന പോൽ മെല്ലെ കോടമഞ്ഞിൽ കോരിയെന്നെ തേടുന്ന പൂവല്ലേ അനുരാഗമല്ലേ അതിൽ നോകില്ലേ അഴകലിയുമാക്കി നാവിൽ കാത്തിരിക്കില്ലേ. പാപ്പൻ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടപോലെ ഇതും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. Thank you so much. Thank you so much.